നാട്ടിൽ നിന്ന് +2 കഴിഞ്ഞിട്ട് ഉടനെ ന്യൂസിലാൻഡിൽ വന്നിട്ട് നേഴ്സിംഗ് പഠിക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സ് പഠിക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുന്നവരോടുള്ള എൻ്റെ അഭിപ്രായമാണിത്. +2 കഴിഞ്ഞ ഉടനെ വരുന്നത് ഒരിക്കലും റോങ് അല്ല. ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈം അതാണ്. കാരണം നമുക്ക് ഏജ് ഭയങ്കര കുറവാണ്, റിസ്ക് എടുക്കാനുള്ള ബെസ്റ്റ് ടൈമാണ്. പിന്നെ മൈൻഡ് ഭയങ്കര ഫ്രഷ് ആയിരിക്കും, റെസ്പോൺസിബിലിറ്റി ആണെങ്കിൽ ഭയങ്കര കുറവായിരിക്കും. പിന്നെ ഇവിടെ അഡാപ്റ്റ് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. ഇവരുടെ കൾച്ചർ, ഇവരുടെ ലാംഗ്വേജ്, അങ്ങനെ ഇവരിൽ ഒരാളായി തീരാൻ പെട്ടെന്ന് സാധിക്കും. ഇപ്പോൾ ന്യൂസിലാൻഡിൽ ജോബ് മാർക്കറ്റ് ഭയങ്കര ടഫാണ്. നേഴ്സിങ്ങിന് നല്ല ഡിമാൻഡ് ഉണ്ടെങ്കിലും ക്യാപ്പ് കഴിഞ്ഞ് ജോലി കിട്ടാതെ തിരിച്ചു പോകുന്നത് ഒരുപാട് പേരാണ്. നമ്മുടെ മലയാളികൾ തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ വന്നിട്ട് ക്യാപ്പ് ചെയ്തിട്ട് ജോലി കിട്ടാതെ തിരിച്ചു പോയിട്ടുണ്ട്. ജനറൽ ജോബ്സിന്റെ കാര്യം പറയുകയാണെങ്കിലും ഭയങ്കര കോമ്പറ്റീഷനാണ്. ഇവിടെ റെന്റ് കൂടുതലാണ്, ലിവിങ് കോസ്റ്റും ഭയങ്കര കൂടുതലാണ്. പഠിക്കാൻ വേണ്ടിയിട്ട് എത്ര കോസ്റ്റ് ആവുമെന്ന് വെറുതെ ഒന്ന് നോക്കാം. ഇപ്പം നേഴ്സിങ്ങിന് ക്യാപ്പ് ചെയ്യാൻ 6,000 മുതൽ ഒരു $10,000 വരെ വരും. ഇപ്പോൾ ഇവിടുത്തെ ലിവിങ് കോസ്റ്റ് ഒരു $3,000 മുതൽ $5,000 വരെ വരും. ടോട്ടൽ $10,000 മുതൽ $15,000 വരെ ആവും. അതായത് ഏകദേശം 5.2 മുതൽ 8 ലക്ഷം രൂപ വരെ നാട്ടിൽ. ഇനിയിപ്പോൾ അതല്ല, വേറെ ഏതെങ്കിലും ഒരു കോഴ്സാണ് ചെയ്യുന്നത്, ഒരു വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ ഒരു ലെവൽ 7 കോഴ്സാണെങ്കിൽ ഫീസ് ഏകദേശം 18,000 മുതൽ 25,000 വരെ ഒരു വർഷത്തേക്ക് ആവില്ല. ലിവിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 20,000 ആവും, 20,000 മുകളിൽ പോകും. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് 38,000 മുതൽ 48,000 വരെ, അതായത് 20 ലക്ഷം മുതൽ 24 ലക്ഷം രൂപ വരെ ആവും. ഇതൊരു ചെറിയ എമൗണ്ട് അല്ല. അതുകൊണ്ട് ഡിസിഷൻ ഭയങ്കര കെയർഫുൾ ആയിരിക്കും. ഇഫ് ലൂസിങ് മണി വിൽ ഡിസ്ട്രോയ് യുവർ ഫാമിലി, ഡോണ്ട് ടേക്ക് ദിസ് റിസ്ക്. If you can survive in struggling phase, then you can take this risk. ന്യൂസിലാൻഡ് ശരിക്കും ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്, അല്ലാതെ പെട്ടെന്ന് വന്ന് ജോലി കിട്ടി എല്ലാം ഉണ്ടാക്കി പെട്ടെന്ന് തിരിച്ചു പോകാൻ പറ്റിയൊരു സ്ഥലമല്ല. വെൻ യു ഷുഡ് നോട്ട് ടേക്ക് ദ റിസ്ക്. ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ഒരു എഡ്യൂക്കേഷൻ ലോണോ അല്ല എന്തെങ്കിലും ഒരു ലോൺ എടുത്ത് നാട്ടിലുള്ള ഫാമിലി ഭയങ്കര ഡൗൺ ആയി പോകുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഈ റിസ്ക് എടുക്കരുത്. ജോബ് കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ തിരിച്ചു പോകാൻ പറ്റില്ല, എനിക്ക് എന്തെങ്കിലും ജോബ് കിട്ടിയില്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ ഈ റിസ്ക് എടുക്കരുത്. അല്ല, നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു മെൻ്റൽ പ്രഷറിലാണ്, ഇനിയിപ്പോൾ ഇവിടെ വന്ന് പഠിച്ച് ജോലി കിട്ടിയില്ല എന്ന് വിചാരിക്കുക, ആ മെൻ്റൽ പ്രഷർ കൂടുമെങ്കിൽ ഈ റിസ്ക് എടുക്കരുത്. സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഓക്കെ, ഇല്ല ഞാൻ എൻ്റെ കോർ ജോബ് മാത്രമേ ചെയ്യുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിലും ഈ റിസ്ക് എടുക്കരുത്. നിങ്ങൾ മെൻ്റലി, ഫിനാൻഷ്യലി, ഇമോഷണലി എല്ലാം റെഡി ആയി കഴിയുമ്പോൾ വരുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് നിങ്ങൾ കമൻറ്റിൽ പറയൂ.